ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും ഫാമിലിയും ചേർന്ന് വയനാടിൻ്റെ പൈതൃക ഗ്രാമമായ എന്നൂരിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിലെ ഞങ്ങളുടെ സന്തോഷവും എന്നൂരിലെ ദൃശ്യഭംഗികളും അടങ്ങിയ ഒരു ചെറിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ യാത്ര ആരംഭിച്ചത് തൃശ്ശൂരിൽ നിന്നാണ്. ഞങ്ങൾ കുട്ടികളടക്കം ഒരു 20 പേരോളം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലാരും ഇതുവരെ എന്നൂർ എന്നൊരു ഗ്രാമം കണ്ടിരുന്നില്ല. അപ്പോൾ ആദ്യം കാണാൻ പോകുന്നൊരു സന്തോഷം എല്ലാവരിലും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ യാത്രയ്ക്ക് ഈ കൊമ്പൻ ചെറിയൊരു തടസ്സം ഉണ്ടാക്കുന്ന ഞങ്ങൾ ഭയന്നു. പക്ഷെ പാവം, ഞങ്ങളെ തടസ്സപ്പെടുത്താനൊന്നും അവൻ നിന്നില്ല. ഞങ്ങളവിടെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയ ശേഷം എല്ലാവരും ഒന്ന് ഫ്രഷായി വീണ്ടും എന്നൂരിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പെട്ടെന്ന് മാറി. നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങൾ മലയുടെ ഏറ്റവും അടിഭാഗത്താണ് നിർത്താൻ പറ്റുള്ളൂ. അതിനുശേഷം അവരുടെ ജീപ്പുകളിലാണ് നമ്മളെ മുകളിലോട്ട് കൊണ്ടുവന്നത്. കാരണം താഴത്തുനിന്ന് നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ നിന്നൊരു 2-2.5 കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റമാണ്. ഈ ജീപ്പിന് ഒരു വ്യക്തിക്ക് 20 രൂപയാണ് അവിടെ ഈടാക്കുന്നത്. ശരിക്കും ഈ 2-2.5 കിലോമീറ്റർ നമ്മൾ ജീപ്പിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ കാറ്റും കോടമഞ്ഞിൻ്റെ ഇറക്കമൊക്കെ ആയിട്ട് ഒരു പ്രത്യേകതരം വൈബ് നമുക്ക് അപ്പോൾ തന്നെ കിട്ടി തുടങ്ങും. നമ്മൾ ഏകദേശം മുകളിൽ എത്തി തുടങ്ങി. അവിടെ ഉള്ളിലേക്ക് കയറാൻ ഒരു മുതിർന്ന വ്യക്തിക്ക് 50 രൂപയും ചെറിയ കുട്ടികൾക്ക് 20 രൂപയുമാണ് അവിടെ ചാർജ് ചെയ്യുന്നത്. കൂടാതെ സ്റ്റിൽ ക്യാമറ ഉപയോഗിക്കുന്നവർക്ക് 150 രൂപ, വീഡിയോ ക്യാമറയ്ക്ക് 250 രൂപ. ഫോണിന് അവർ പ്രത്യേക ചാർജൊന്നും ഈടാക്കുന്നില്ല. ഒരു ദിവസം 2000 പേർക്ക് മാത്രമേ സന്ദർശനം അനുവദിക്കുന്നുള്ളൂ. എല്ലാ ദിവസവും സന്ദർശനം അനുവദിക്കുന്നുണ്ട്. 9 മണി മുതൽ 5 മണി വരെയാണ് സന്ദർശന സമയം. ഈ ഗോത്ര പൈതൃക ഗ്രാമം ഒരു 25 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആദിവാസി ജീവിതത്തെ അടുത്തറിയാനും അവരുടെ സംസ്കാരം മനസ്സിലാക്കാനും ഈ വിനോദസഞ്ചാര കേന്ദ്രം നമ്മൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് സന്ദർശിക്കണം. ഇവിടെ എന്തിനാണ് ഭംഗി കൂടുതലെന്നൊരാൾ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല.
കാരണം ഇവിടെ ഓരോ കാര്യത്തിനും അതിൻ്റേതായ ഒരു ഭംഗി നിലക്കുന്ന സ്ഥലമാണ് എല്ലാ സ്ഥലവും. ചെറിയ ചെറിയ ഒരുപാട് കുടിലുകൾ, ഓലമേഞ്ഞ ചെറിയ കുടിലുകൾ, അതിൻ്റെ തനിമ ചോരാതെ വളരെ നല്ല രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു 18ഓളം കടകളുണ്ട്. ആ കടകളിൽ ഇഞ്ചി, മഞ്ഞപ്പൊടി, മുളക്, അങ്ങനെ ഓർഗാനിക്കായ എല്ലാ സാധനങ്ങളും, ഏലം, കാപ്പിക്കുരു, കാട്ടുതേൻ, കരകൗശല വസ്തുക്കൾ, ഇതെല്ലാം ഇവിടെ ലഭ്യമാണ്. ഈ കുടിലുകളിൽ അവരുടെ ആദിവാസി വിഭാഗത്തിൻ്റെ തനതായ കൊട്ടും പാട്ടും ഇതെല്ലാം അവർ ചില ദിവസങ്ങളിലൊക്കെ പ്രദർശിപ്പിക്കാറുണ്ട്. ഞങ്ങളും ഞങ്ങളുടെ കഴിവുകൾ ഞങ്ങൾക്കാവുന്ന വിധം പ്രദർശിപ്പിച്ചു. ഞങ്ങൾ ശരിക്കും ആ ദിവസം നന്നായി എൻജോയ് ചെയ്തു. ഇനിയും വയനാട്ടിലെ എന്നൂർ എന്ന ഈ ഗോത്ര പൈതൃക ഗ്രാമം കാണാത്തവർ എത്രയും പെട്ടെന്ന് ഇവിടം സന്ദർശിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.